അവൻ ഈ കുടുംബത്തിലൊന്നുമല്ല. അതിപ്പോ പൂർണിമ ദത്തെടുത്തതുപോലെ വീട്ടിൽ കയറ്റിയത് കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നേ ഉള്ളൂ. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ദേവന്റെ മുത്തശ്ശനെ ഓർമ്മയില്ലേ? അദ്ദേഹത്തെ പറിച്ചു വെച്ചതുപോലുണ്ട്. ഞാനയച്ച ലിസ്റ്റ് നീ നോക്കിയോ? നോക്കിയില്ല. ഞാൻ നോക്കാം. അപ്പൊ ഇതുവരെ നീ നോക്കിയില്ല അല്ലേ? ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിക്കുന്നത് അതിന്റെ സീരിയസ്നെസ്സോടുകൂടി മനസ്സിലാക്കാനും ചെയ്യാനുമാ. നീ ഇങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ തുടങ്ങിയ എനിക്ക് മറ്റു വഴികൾ നോക്കേണ്ടി വരും. വണ്ടിയിൽ ഇത്ര ആൾക്കാരുള്ളപ്പോ ഞാൻ എങ്ങനെ നോക്കാനാ? ആ സിറ്റുവേഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്ക്. 4-5 ക്ഷേത്രങ്ങളുടെ പേരും അഡ്രസ്സല്ലേ ഉള്ളൂ. ഞാൻ ഇപ്പൊ തന്നെ നോക്കാം. ഒന്ന് ഹോൾഡ് ചെയ്യും. ഹലോ, ഇതില് ഞങ്ങളുടെ കുടുംബക്ഷേത്രം ഉണ്ടല്ലോ. ഞാനിപ്പോ അവിടെ നിൽക്കുന്നേ. നിന്റെ ഓരോ നീക്കങ്ങളും നിനക്ക് മുമ്പേ ഞാൻ അറിയുന്നുണ്ട് പൃഥ്വി. നീ അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാനിപ്പോ വിളിച്ചത്. ആ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് സർവ്വ സ്വാതന്ത്ര്യമുള്ളതല്ലേ? ശ്രീകോവിലിന്റെ താക്കോൽ അവിടുത്തെ ഓഫീസിലുണ്ടാവും. അതിന്റെ 2 വശങ്ങളുടെയും ഫോട്ടോ എടുത്ത് നീ എനിക്ക് അയക്കണം. ഇതൊന്നും എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. പറയുന്നത് അനുസരിച്ചാ മതി. തിരിച്ചിങ്ങോട്ടൊന്നും പറയണ്ട. ഇതങ്ങനെ അനുസരിക്കാൻ പറ്റുന്ന കാര്യമല്ല. നീ ഇത് ചെയ്തേ പറ്റൂ പൃഥ്വി. നിങ്ങൾ വന്ന വണ്ടിയിൽ എന്റെ ആൾക്കാർ ഇപ്പോൾ ഡ്രഗ്സ് നിറച്ച ബാഗ് വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്തില്ലെങ്കിൽ കുടുംബത്തിലുള്ള എല്ലാവരും മയക്കുമരുന്ന് കേസിൽ അകത്തുപോകും. നിനക്ക് വേറെ വഴികളില്ല പൃഥ്വി. നീ ഇത് ചെയ്തേ പറ്റൂ. ഫോട്ടോ എടുത്തിട്ട് നീ എന്നെ വിളിക്ക് പ്ലീസ്. ഞാൻ ഹലോ ഹലോ പൃഥ്വി ഇതുവരെ എത്തിയില്ലേ? ഇല്ല. ആ, തിരുമേനി, കുടുംബത്തില് പുതിയതായി കല്യാണം കഴിച്ചവന്നവർക്കുള്ള പൂജ എപ്പോഴാ നടത്തുക? ഉടനെ തന്നെ നടത്താം. എല്ലാരും തയ്യാറല്ലേ? തയ്യാറാണ് തിരുമേനി. ഋതു ഇപ്പൊ വരും. ഇവരാണോ ഒരു കൂട്ടര്? ആ, അതെ. എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. അതിന് സാധ്യത കുറവാ. അവൻ ഈ കുടുംബത്തിലൊന്നുമല്ല. അതിപ്പോ പൂർണിമ ദത്തെടുത്തതുപോലെ വീട്ടിൽ കയറ്റിയത് കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നേ ഉള്ളൂ. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ദേവന്റെ മുത്തശ്ശനെ ഓർമ്മയില്ലേ? അദ്ദേഹത്തെ പറിച്ചു വെച്ചതുപോലുണ്ട്. ഒരാളെ പോലെ 7 പേരുണ്ടെന്നല്ലേ തിരുമേനി? ഓ, ആ അതെ അമ്മേ, അങ്ങനെ തന്നെയാവും. കിരൺ പാലക്കാടുകാരനാ. ഓ, അപ്പോ എനിക്ക് തെറ്റുപറ്റിയതാ. തിരുമേനി പറഞ്ഞതാ സത്യം. പതിയെ അതെല്ലാരും മനസ്സിലാക്കിക്കോളും. പൂജ തുടങ്ങാൻ സമയമായെങ്കിൽ പൃഥ്വിയെ വിളിക്കായിരുന്നില്ലേ? ഇനിയിപ്പോ ഞാൻ പോയി നോക്കാം. ഞാൻ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്താം. 4 പേരോടും റെഡിയായിരുന്നോളാം പറയൂ. ശരി തിരുമേനി. ഞാനും പോയി പൃഥ്വി എവിടെയാന്ന് നോക്കട്ടെ. വാ മോളെ.
മോളെ മോള് ഇവിടെ നിന്നോ. ഇവിടുന്ന് മാറല്ലേ. അമ്മ പോയിട്ട് ഇപ്പൊ വരാം. നോക്കിട്ട് വേഗം വരാം. താക്കോലിന്റെ ഫോട്ടോ എന്തിനാ എടുത്തതെന്നാണല്ലോ ഇവിടെ ചോദിക്കുന്നത്. ചുമ്മാ എടുത്തതാ. അതൊക്കെ പിന്നെ പറയാം. വാ വാ. അയ്യോ, മോളെവിടെ പോയി? മോളെ, മോളിതെവിടെ പോയി? മോളെ, ധ്വനി മോളെ. പൃഥ്വി, പൃഥ്വി ഇത് എവിടെയായിരുന്നു? ഫോൺ ചെയ്യാനെന്നും പറഞ്ഞു പോയിട്ട് എത്ര നേരമായി? എല്ലാവരുടെയും മുന്നിൽ എന്നെ ഇങ്ങനെ നാണം കെടുത്താതെ. എടോ, ഞാനിങ്ങും പോയില്ലല്ലോ. താൻ വാ, പൂജയ്ക്ക് സമയമായി. വാ. പൃഥ്വി, ദേ അടുത്തത്. മോളെ. വാ, ഇതെവിടെ പോയി മോളെ? ധ്വനി മോള് പൃഥ്വിയുടെ അടുത്തുണ്ടായിരുന്നോ? ഞാൻ മോളെ കാണാതെ പേടിച്ചു പോയി. ഓ, മോളാണോ കണ്ടുപിടിച്ചേ? ഓ, സമ്മതിച്ചു. നമ്മളെല്ലാരും പൃഥ്വിയെ നോക്കി നടന്നിട്ടും മോളാ കണ്ടുപിടിച്ചെന്നാ പറയുന്നേ. അല്ലെങ്കിലും മോളല്ലേ നമ്മുടെ വീട്ടിലെ ഏറ്റവും മിടുക്കി.